ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഈ 28/7/2025 അതായത് ഈ വരുന്ന 28-ാം തീയതി 4 പോസ്റ്റിലേക്കുള്ള ഒരു സിംഗിൾ എക്സാം നടക്കുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെയായിരുന്നു ആ പോസ്റ്റുകൾ എന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ സിസ്റ്റം അനലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ള ഒരു പോസ്റ്റാണ്. പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോസ്റ്റാണ്. അതുപോലെ സിസ്റ്റം മാനേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കുള്ളതാണ്. വീണ്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ KRFEDലേക്കുള്ള ഒരു പോസ്റ്റ്. അങ്ങനെ ഈ 4 പോസ്റ്റിലേക്കുമുള്ള ഒരു സിംഗിൾ എക്സാം നമുക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, നിങ്ങൾ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ്, നമ്മൾ പുതിയ കുറെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെരിയെ ഒന്ന് കുറച്ചിട്ട് ലാസ്റ്റ് 15 ഡേയ്സ് എങ്കിലും, ഇപ്പൊ നമുക്ക് ഇനി ഒരു 20 ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ലാസ്റ്റ് 15 ഡേയ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, റിവിഷൻ ഓൾറെഡി ഒക്കെ നിങ്ങൾ തുടങ്ങി കാണും. എന്നാലും നിങ്ങൾ ഒരു ഫൈനൽ റിവിഷന് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോകണം. മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പോവുക. എത്ര മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാമോ, എത്ര ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കാണാമോ, അങ്ങനെയുള്ള ഒരു രീതിയിലെ പ്രിപ്പറേഷൻസ് അല്ലെ അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് എത്തേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു റാങ്ക് ബൂസ്റ്റർ കോഴ്സ് നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 20 ദിവസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ 20 ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കോഴ്സാണ് നമ്മളത് തരുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ആദ്യമേ തന്നെ അതിലൊരു 25+ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ എന്താണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. 25ഓളം ക്ലാസ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒരു ടോപ്പിക് പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് ആ ക്ലാസ്സിനെ പറ്റിയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ കാണാം. എല്ലാം കൂടെ കാണണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്ന ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുക. അപ്പൊ റിവിഷൻ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. അതുപോലെ 33-ലധികം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും, ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏത് നിലവാരത്തിൽ PSC എക്സാം ചോദിച്ചെന്ന് പറഞ്ഞാൽ അതിലൊരു 60% അല്ലെങ്കിൽ 50% ക്വസ്റ്റ്യൻസ് PYQs തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നൊന്നും നമുക്ക് ഒറ്റ ഒരെണ്ണം പോലും എന്താണ് മിസ്സാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ആണ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇപ്പൊ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് കൂടെ ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ റെക്കോർഡഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോകുക അല്ലെ, ഒരു 15-ലധികം മോഡൽ എക്സാംസും നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പ്രത്യേകത അല്ലെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. നിങ്ങളൊരു മോഡൽ എക്സാം ആ കറക്റ്റ് ടൈമിൽ PSCക്ക് എത്ര സമയമാണോ ഉള്ളത്, അല്ലെ അതിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളത് ആ ഒരു മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തണം. നിങ്ങൾ നോക്കണം അതിൽ സ്ഥിരമായിട്ട് മിസ്റ്റേക്ക് വരുത്തിയ ഏരിയാസ് ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ട ഏതെങ്കിലും ഏരിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു സെൽഫ് ഇവാലുവേഷനോടെ നടത്തിയിട്ട് പോവുക. അപ്പൊ ഈ രീതിയിൽ സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് അവിടെ വെച്ചാൽ പോരാ, ആ ടോപ്പിക്ക് വീണ്ടും ചെന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. അല്ലെ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി നിങ്ങൾ അത് സോൾവ് ചെയ്തെടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ എനിക്കതൊരു തെറ്റ് പറ്റിയല്ലോ, എനിക്കത് മനസ്സിലായില്ലല്ലോ എന്നൊരു സിറ്റുവേഷൻ വരത്തില്ല. അതുകൊണ്ട് മോഡൽ എക്സാംസ് നിങ്ങൾ എത്ര അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റുമോ അറ്റൻഡ് ചെയ്ത് പോവുക. വെറുതെ അറ്റൻഡ് ചെയ്ത് പോയിട്ട് മാർക്കും കണ്ടിട്ട് പോയാൽ പോരാ, അവിടെ എന്താണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് നോക്കുക, ആ എററിനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു 15 മോഡൽ എക്സാമുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു മാക്സിമം പ്രിപ്പറേഷനോട് കൂടി ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നല്ലേ. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏത് എക്സാമുകൾക്കും കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എക്സാമുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ്. അപ്പൊ നമ്മൾ ഇനി വളരെ ലിമിറ്റഡ് കോപ്പീസേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ചെറിയൊരു ഓഫറിൽ നമ്മൾ ആ ബുക്ക് തരുന്നുണ്ട്. ഒരു 30% ഓഫറിൽ ആ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് എഡിഷൻ മേടിക്കാത്തവര് അല്ലെ സെക്കൻഡ് എഡിഷൻ ഒന്നും ഇതുവരെ വാങ്ങാത്തവർ ആ ബുക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ടോപ്പിക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എല്ലാം വായിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രീൻ പോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് നടന്ന PSCയുടെ കുറച്ച് PYQs ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ റീസെന്റ് ആയിട്ട് നടന്ന ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എക്സാം, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, അതുപോലെ CS-ന്റെയും IT-യുടെയും അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, HSST-യുടെ എക്സാമിന്റെ സോൾഡ് പേപ്പർ, അങ്ങനെ PYQs ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നുള്ളതൊന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പ്രോഗ്രാമർ എക്സാമുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ സയൻസ് എക്സാമും അതുപോലെ ട്രേഡ്സ്മാന്റെ എക്സാമിനും ഒക്കെ നമുക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്തായാലും ഈ ഒരു എക്സാമിനും ഈ വരുന്ന എക്സാമിനും നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തതെല്ലാം നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റട്ടെ. മാക്സിമം നെഗറ്റീവ് മാർക്കുകളൊന്നും ഇല്ലാതെ, ടെൻഷനൊന്നും ഇല്ലാണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഫൈനൽ ലാപ്പിലാണ്. ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.